എന്തൊരു കഷ്ടമാണ് റബ്ബേ, ഇത് പഠിച്ചിട്ടൊന്ന് തലേ കയറണ്ടേ. നമസ്കാരം കുട്ടികളെ. നമ്മളിന്ന് പഠിക്കാൻ പോണത് കണ്ടൽ കാടുകളെ കുറിച്ചാണ്. കണ്ടൽ കാടുകളെ കുറിച്ചാണ്. കണ്ടൽക്കാടുകൾക്ക് വേറെയും പേരുകളുണ്ട്. കഥയുടെ കാവൽ കിട്ടിയ നന്നായി. ശ്വസന വേരുകൾ. കണ്ടൽക്കാടുകൾ പ്രകൃതിയുടെ ശ്വാസകോശം എന്നും പേരുണ്ട്. ശ്വസന വേരുകൾ. വരി ഓടാൻ അറിഞ്ഞിരിക്കൂല്ലേ? അവന്റെ മന്മഥമാസം നിങ്ങളോടൊക്കെ കൊതി തോന്നിയാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓടാൻ സമയമുണ്ടല്ലോ, എനിക്കൊന്ന് ശ്വാസം വിടാൻ നേരില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇന്ന് രാവിലെ തുടങ്ങിയതാണ് കണ്ടൽക്കാടിനെ കുറിച്ച് പഠിക്കാൻ. ഇതുവരെ കഴിഞ്ഞില്ല, 3 മണിക്കൂറായി. ഇപ്പൊ ഈ TV പഠിത്തം വന്നതിനേസേ ആകെ അടങ്ങറാ. നമ്മളിപ്പോ ഈ പഠിപ്പിക്കണത് വീഡിയോ എടുത്തിട്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാല് ഇത് കുട്ടികൾ മാത്രമല്ലല്ലോ കാണുന്നത്, മാതാപിതാക്കൾ കാണുന്നില്ലേ? അതിനെ കാണൂലേ? അപ്പൊ ഓര് നമ്മളെ ബലിയിരുത്തല്ലോ. പണ്ട് കുട്ടികൾ മാത്രമല്ലേ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ കാണുള്ളൂ. ഒരു കാര്യം പറയാം മാഷെ, നിങ്ങളൊക്കെ ഇനി എങ്ങനെ തലകുത്തി നിന്ന് പഠിപ്പിച്ചാലും നമ്മുടെ സ്കൂളിന്റെ പഠന രീതിയെ പറ്റി വളരെ മോശം അഭിപ്രായം. ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പരാതികളാണ്. ഞാൻ പുറത്തിറങ്ങിയ എനിക്ക് ആൾക്കാർ ചെവിതല്ല കേൾക്കാൻ സമ്മതിക്കണില്ലാന്നേ. ക്ലാസ് എടുക്കില്ലല്ലോ. ഞാനല്ല, നിങ്ങളുടെയൊക്കെ ക്ലാസ്സിനെ കുറിച്ച്. നമ്മളെ ക്ലാസ് മോശം അറിയുണ്ട്. നിങ്ങളുടേതല്ല, പ്രത്യേകിച്ച് ആ കോയ മാഷിന്റെ ക്ലാസ്. കോയ മാഷ കാര്യങ്ങൾ വിട്ടേക്ക്. അയാളൊരു മലയാള അധ്യാപകനാണ്. അയാൾക്ക് അസർസ്പെടുന്നുണ്ട്. എന്നാലോചിച്ചു, നമ്മൾ അതുകൊണ്ടല്ലേ സോഷ്യൽ എടുത്ത്. അതിൽ വലിയ കുഴപ്പമില്ലല്ലോ. എൻ്റെ എല്ലാവരും സോഷ്യൽ മാഷിന്റെ ക്ലാസ്സും ഒക്കെ കണക്കാ. അല്ല, നമ്മളെ മണ്ടോതിരി ടീച്ചറെ ക്ലാസ്സിനെ പറ്റി നല്ല അഭിപ്രായം കിട്ടും. അതുണ്ടാവും. കാരണം കൃത്യമായിട്ടും പഠിപ്പിക്കണ അവരൊരാൾ മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ പിന്നെ എന്താ കാട്ടണം സ്കൂളിൽ പോയിട്ട്? ആ മാഷ് എന്താ അതിനകത്ത് കാട്ടിയെന്നുള്ളത് പിന്നെ ഒരു കണ്ടു നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനോട് തീർത്താ പകയുണ്ട് കേട്ടോ. അതെ, ഈ പരിസരത്തുള്ള എല്ലാ സ്കൂളിലും PT ഉണ്ട്. നമ്മുടെ സ്കൂളിൽ മാത്രം എന്താ അതില്ലാത്ത? അതും കൂടി ഇതിന്റെ അകത്ത് വന്നാലുണ്ടല്ലോ കുട്ടികളെ പിടിച്ചാൽ കിട്ടും. അല്ലെങ്കിലേ കുട്ടികളെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്റെ മാഷേ, സ്കൂൾ ഉണ്ടായിരുന്നപ്പോ കുട്ടികളോട് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീരീഡ് ഏതാന്ന്. അവർ ഒന്നടങ്കം പറയും ഫിസിക്കൽ ട്രെയിനിങ്. ഇതിപ്പോ ഞാൻ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. കളി എന്ന് പറഞ്ഞൊരു പീരീഡ്, ആ പീരീഡ് നമുക്ക് ഇഷ്ടം. പക്ഷെ അതുകൊണ്ട് കുടുംബം പോലെ ഒരു മാസേ. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാഷാരാ? അവര് പറയും PT മാഷ്, മന്മഥൻ സാർ. ഒക്കെ ശരിയാ, കളിപ്പിക്കണ മാഷുമാരോടാണ് കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുക. എന്റെ പല കുട്ടികൾക്കും എന്നെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് രക്ഷകർത്താക്കളെ കണ്ടപ്പോൾ പറഞ്ഞു. അറിയണ്ട്. പിന്നെ വേറൊരു കാര്യം കേൾക്കണക്ക്, ഇപ്പൊ Zoom എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിക്കണല്ലോ. അതിന്റെ ഉള്ളിൽ കൂടിയാണല്ലോ പഠിപ്പിക്കല്. ഇതൊന്നും ഞമ്മക്ക് ശരിയാവില്ല മന്മഥമാസം. എനിക്ക് മുട്ടുംകാല് വരയ്ക്ക് ഓൺ ചെയ്താൽ നിങ്ങൾ പഠിപ്പീരേ ശരിയാവൂല. പിന്നെ ഇതിലൂടെ എനിക്ക് പോവല്ലേ, ഞാനിത് ഈ പറയണ എനിക്കൊന്ന് വീഡിയോയിൽ എടുത്തു തരണം. അതല്ല പക്ഷേ, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല എനിക്ക് അത്യാവശ്യമുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൾ സുഗത മാഷ് അല്ല, ഇവിടെ ഓളുള്ളൂ, ഓൾക്ക് കൈ പറിച്ചാളൂ. ഓളെ കൊണ്ട് എടുത്താൽ അത് കുഴപ്പമില്ല. ഈ പഠിപ്പിരുന്ന വേറെയിലൊക്കെ മതി, അത് മതി കുട്ടികൾ. ഞാൻ ഒന്നുകൂടി പഠിക്കട്ടെ, പഠിച്ചോ കൊണ്ട് പഠിപ്പിക്കാം. മറിമായം